നമസ്കാരം, ഇളയോര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ വിദ്യാഭ്യാസ ജാഥ പാലക്കാട് ജില്ലയിൽ പര്യടനം തുടങ്ങി. കൂറ്റനാടും ആനക്കരയിലും ജാഥയ്ക്ക് സ്വീകരണം നൽകി. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് സംസ്ഥാന വിദ്യാഭ്യാസ ജാഥ പാലക്കാട് ജില്ലാ പര്യടനത്തിന് ആനക്കരയിൽ നിന്ന് തുടക്കമായി. ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം കുട്ടികളുടെ അവകാശമെന്ന മുദ്രാവാക്യത്തിൽ സംവാദങ്ങളും ചർച്ചകളും നിർദ്ദേശങ്ങളും ക്രോഡീകരിച്ചുകൊണ്ടാണ് ജാഥ നടക്കുന്നത്. ആനക്കരയിൽ നടന്ന സ്വീകരണം ആനക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ മുഹമ്മദിന്റെ അധ്യക്ഷതയിൽ ജാഥ വൈസ് ക്യാപ്റ്റൻ മണികണ്ഠൻ പുറത്തൂർ വിഷയാവതരണം നടത്തി. കപ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷറഫുദ്ദീൻ കളത്തിൽ, ആനക്കര പഞ്ചായത്ത് ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ പി കെ ബാലചന്ദ്രൻ, സേതു മാസ്റ്റർ, കെ കെ രാമചന്ദ്രൻ മാസ്റ്റർ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ചു. പരിഷത്ത് ജില്ലാ പ്രസിഡന്റ് കെ എസ് സുധീർ വിഷയം ക്രോഡീകരണം നടത്തി. ജലീൽ മാസ്റ്റർ സ്വാഗതവും സുരേഷ് മാസ്റ്റർ നന്ദിയും പറഞ്ഞു. ചടങ്ങിൽ വെച്ച് ഒപ്പുശേഖരണ സമർപ്പണവും അനുമോദനവും കുട്ടികളുടെ കഥാകവിത അവതരണവും നടന്നു. CCTV ന്യൂസ്. മെയ് മാസത്തിൽ 10ാം ക്ലാസ്സിന്റെ റിസൾട്ട് വരുമ്പോൾ നേരത്തെ സൂചിപ്പിച്ച പോലെ അത് 45%, 50%, 52%-അപ്പുറം കടക്കുന്നില്ല. ആ കാലത്തെയാണ് ശാസ്ത്ര സാഹിത്യ പരിഷത്തൊരു വിശേഷം നടത്തി മെയ് മാസം കൂട്ടപ്പലകൾ. എന്താ കാരണം? സ്കൂളിൽ വരുന്ന കുട്ടികൾ 10ാം ക്ലാസ് എത്തുന്തോറും ഒന്നിനും കൊള്ളാത്തവർ എന്ന് പറഞ്ഞവരെ പുറം തള്ളപ്പെടുന്നു, കൂട്ടപ്പല ചെയ്യണം. അപ്പൊ ഇത് എങ്ങനെ സംഭവിക്കുന്നത് എന്നുള്ള അന്വേഷണം, ആ അന്വേഷണത്തിന്റെ ഭാഗമായിട്ടാണ് നേരത്തെ പാടത്തും പറമ്പിലും തൊടിയിലും നിറഞ്ഞിരുന്ന മക്കള് സ്കൂളിന്റെ അകത്തേക്ക് വന്നപ്പോ ഇവിടെ നടക്കുന്ന പഠന പ്രവർത്തനങ്ങളും ഇവിടെ നടക്കുന്ന ബോധന രീതികളൊന്നും ആ കുഞ്ഞുങ്ങൾക്ക് ധരിക്കുന്നതല്ല. അവരിങ്ങനെ പാസീവായിട്ട് പോവാണ്. അവിടെയാണ് കേരളത്തിലെ വിദ്യാഭ്യാസത്തിന്റെ അക്കാദമികമായ പരിഷ്കാരങ്ങളെ കുറിച്ചുള്ള ഗൗരവമായ ചിന്ത പരിഷത്ത് ഉൾപ്പെടെയുള്ള സംഘങ്ങൾ തൃത്താല. ക്ഷീരഗ്രാമമാവാൻ വിളയൂർ പഞ്ചായത്തിൽ മിൽക്ക് ഷെഡ് ഡെവലപ്മെന്റ് പദ്ധതി നടപ്പിലാക്കാൻ തീരുമാനിച്ചതായി മുഹമ്മദ് മുഹസിൻ MLA അറിയിച്ചു. കാർഷിക മേഖലയിൽ തനതായ പരീക്ഷണങ്ങൾ നടത്തി വിജയിച്ച വിളയൂർ ഗ്രാമപഞ്ചായത്തിലാണ് ക്ഷീരഗ്രാമം പദ്ധതിയും നടപ്പാക്കുന്നത്. ക്ഷീരവികസന വഴി നടപ്പിലാക്കുന്ന പ്രധാന വാർഷിക പദ്ധതിയായ മിൽക്ക് ഷെഡ് ഡെവലപ്മെന്റ് പദ്ധതി നടപ്പാക്കുന്നതിനായാണ് വിളയൂർ പഞ്ചായത്തിനെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. നേരത്തെ കേരഗ്രാമം പദ്ധതിയിലും വിളയൂർ ഗ്രാമപഞ്ചായത്ത് ഉൾപ്പെട്ടിരുന്നു. ഇതിനു പുറമെയാണ് ഇപ്പോൾ ക്ഷീരഗ്രാമം ആവുവാൻ വിളയൂർ ഒരുങ്ങുന്നത്. പാലിന്റെ ഉപഭോഗം സംസ്ഥാനത്തെ ഉൽപാദനത്തെക്കാൾ വളരെ കുറഞ്ഞ അവസ്ഥയിലാണ് ഇന്നുള്ളത്. ഈ അന്തരം കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ക്ഷീരമേഖല ഉപജീവനമായി സ്വീകരിച്ചിട്ടുള്ള ക്ഷീരകർഷകരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടു കൂടി പദ്ധതി നടപ്പാക്കുന്നത്. ക്ഷീരകർഷകരുടെ ഈ മേഖലയിൽ നിന്നുമുള്ള കൊഴിഞ്ഞുപോക്കിന് തടയിടും കൂടിയാണ് ഇത്തരം പദ്ധതികളിലൂടെയെന്ന് മുഹമ്മദ് മോഹസിൻ MLA പറഞ്ഞു. ക്ഷീരകർഷകരെ സഹായിക്കുന്നതിനും പുതിയ സംരംഭകരെ ഈ മേഖലയിലേക്ക് ആകർഷിപ്പിക്കുന്നതിനും പദ്ധതി ലക്ഷ്യമിടുന്നുണ്ട്. പശു യൂണിറ്റുകൾ തുടങ്ങുന്നതിനാവശ്യമായ ധനസഹായം പദ്ധതിയിലൂടെ സർക്കാർ ക്ഷീരകർഷകർക്ക് നൽകും. പാൽ ഉൽപാദനത്തിൽ എന്നതുപോലെ കന്നുകാലി സമ്പത്തിലും വർധനവും സ്വയം പര്യാപ്തിയും കൈവരിക്കുകയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. അത്യാധുനിക രീതിയിലുള്ള തൊഴുത്ത് നിർമ്മിക്കുന്നതിനും ഫാമിൽ യന്ത്രവൽക്കരണം നടത്തുന്നതിനുമായി കറവയന്ത്രം വാങ്ങിക്കുന്നതിനും ക്ഷീരകർഷകർക്കായി ക്ഷീരമേഖലയുമായി ബന്ധപ്പെട്ട ആധുനികവൽക്കരണത്തിനും യന്ത്രവൽക്കരണത്തിനും സാധ്യമാകുന്ന ഏതൊരു ഇനത്തിനും അവശ്യാധിഷ്ഠിത പദ്ധതിയിൽ ധനസഹായം നൽകുന്നുണ്ട്. ആധുനിക ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ കർഷകരിൽ എത്തിക്കുന്നതിനായി വനിതാ പശുപരിപാലകരുടെ സേവനവും പദ്ധതിയിലൂടെ കർഷകരിലേക്ക് എത്തുമെന്നും മുഹമ്മദ് മോഹസിൻ MLA വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. കറുകപുത്തൂർ ശ്രീ നരസിംഹമൂർത്തി ക്ഷേത്രത്തിലെ ദേശവിളക്ക് മഹോത്സവം ശനിയാഴ്ച ആഘോഷിച്ചു. കാലത്ത് വിശേഷാൽ പൂജകൾ നടന്നു, അന്നദാനവും ഉണ്ടായി. വൈകിട്ട് 4-ന് അഖിലാണം ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ നിന്നും പാലക്കൊമ്പെഴുന്നള്ളിപ്പ് ആരംഭിച്ചു. വൈകിട്ട് 7-ഓടെ അഖിലാണം, ചാഴിയാട്ടിരി, കറുകപുത്തൂർ ദേശങ്ങളിലൂടെ വിളക്കുപന്തലിൽ എത്തിച്ചേർന്നു. തുടർന്ന് ദീപാരാധന, ഭജന, തായമ്പക, വിളക്കുപാട്ട്, പാൽക്കിണ്ടി എഴുന്നള്ളിപ്പ്, തിരിയൊഴിച്ചിൽ, വെട്ടും തടവും, കനൽച്ചാട്ടം, തേങ്ങയടിക്കൽ, ഗുരുതി തർപ്പണം എന്നിവയോടെ സമാപിച്ചു. മച്ചാട് തങ്കരാജ് ആൻഡ് പാർട്ടിയായിരുന്നു വിളക്കുസംഘം. പട്ടാമ്പി നഗരസഭയിൽ കേരളോത്സവത്തിന് തുടക്കമായി. നീന്തൽ മത്സരത്തോടെയായിരുന്നു തുടക്കം. പട്ടാമ്പി നഗരസഭാതല കേരളോത്സവത്തിനാണ് നീന്തൽ മത്സരത്തോടെ തുടക്കം കുറിച്ചിരിക്കുന്നത്. നഗരസഭ ചെയർപേഴ്സൺ ഒ ലക്ഷ്മിക്കുട്ടി നീന്തൽ മത്സരത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് കേരളോത്സവത്തിന് തുടക്കം കുറിച്ചു. പെരിക്കാട്ടുകുളത്തിൽ വെച്ചായിരുന്നു
നീന്തൽ മത്സരം ഒരുക്കിയത്. തുടക്കം കുറിക്കുന്നതിന്റെ ഭാഗമായിട്ട് ഇന്ന് നീന്തൽ മത്സരമാണ് ആദ്യമായിട്ട് തുടങ്ങുന്നത്. നമുക്കറിയാം, കേരളോത്സവം കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ ജില്ലാ തലത്തിൽ വരെ പോയി സമ്മാനം നേടിയിട്ടുള്ളതാണ് നമ്മുടെ 2 കുളങ്ങൾ. അതിനായി പ്രത്യേകം നമുക്ക് നവീകരിച്ചുകൊണ്ട് അതിൽ പരിശീലനം നേടിക്കൊണ്ടാണ് നമ്മുടെ നാട്ടുകാർ എല്ലാവരും ഈ പരിപാടിയിൽ പങ്കെടുത്തിട്ടുണ്ട്. നമുക്കറിയാം, കേരളോത്സവം എന്ന് പറയുന്ന യുവാക്കളുടെ. നഗരസഭ വൈസ് ചെയർമാൻ ടി.പി. ഷാജി ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു. വാർഡ് കൗൺസിലർ പി. മുനീറ, സ്ഥിരസമിതി അധ്യക്ഷൻ പി. വിജയകുമാർ, സി. എസ്. സാജിദ്, വി. സൈദലവി, വിവിധ ക്ലബ് പ്രതിനിധികൾ, വിവിധ ക്ലബ്ബുകളിൽ നിന്നുമുള്ള മത്സരാർത്ഥികൾ മത്സരത്തിൽ പങ്കെടുത്തു. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ വിദ്യാഭ്യാസ ജാഥയ്ക്ക് പട്ടാമ്പിയിലും കൊപ്പത്തും സ്വീകരണം നൽകി. CA സ്കോറിംഗ് ശാസ്ത്രീയമാക്കുക, പഠനം മെച്ചമാക്കുവാൻ മൂല്യനിർണ്ണയത്തെ ഉപയോഗപ്പെടുത്തുക, ഓരോ കുട്ടിയെയും കഴിവിന്റെ പരമാവധിയിലെത്തുക തുടങ്ങിയ നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ വിദ്യാഭ്യാസ ജാഥ പര്യടനം നടത്തുന്നത്. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയാണ് ജാഥ നടത്തുന്നത്. ജാഥ പാലക്കാട് ജില്ലയിൽ പര്യടനം തുടങ്ങി. സംസ്ഥാന പ്രസിഡന്റ് മീരാബായി നയിക്കുന്ന ജാഥയ്ക്ക് കൊപ്പത്തും പട്ടാമ്പിയിലും സ്വീകരണം നൽകി. പട്ടാമ്പിയിൽ നൽകിയ സ്വീകരണ യോഗത്തിൽ പി. വിജയകുമാർ അധ്യക്ഷനായിരുന്നു. MP മധു ജാഥ വിശദീകരണം നടത്തി. ഇത്തരത്തിലുള്ള നിർദ്ദേശങ്ങൾ കേവലമായ നിർദ്ദേശങ്ങൾക്ക് ഉപോത്ബലകമായിട്ടുള്ള ചില പ്രവർത്തനങ്ങൾ നടത്തി പരിശോധിച്ച് നമുക്ക് പറയുന്ന ഭാഷയിലെ ട്രൈ ഔട്ടൊക്കെ നടത്തിയിട്ടുള്ള നിർദ്ദേശങ്ങളാണ് പലപ്പോഴും വെച്ചിരിക്കുന്നത്. ക്ലാസ് മുറികളിൽ നടക്കുന്ന പ്രശ്നങ്ങൾ, അതിന് സഹായകരമായ സമൂഹത്തിൽ വേണ്ട സപ്പോർട്ട് എന്നീ കാര്യങ്ങളിലൊക്കെ തന്നെ പരിഷത്ത് പലതരത്തിലുള്ള നിർദ്ദേശങ്ങൾ നിരന്തരമായി വെച്ചുകൊണ്ടിരിക്കുകയും അത് ജനങ്ങളുമായിട്ട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട്. അതിൻ്റെ വിജ്ഞാനോത്സവങ്ങളായാലും ബാലവേദികളായാലും മറ്റ് പല വേദികളിലും കുട്ടികളുടെ വിദ്യാഭ്യാസം, കുട്ടികളുടെ താല്പര്യം എങ്ങനെയൊക്കെ വർദ്ധിപ്പിക്കാം, വിദ്യാഭ്യാസ പ്രക്രിയയിൽ എങ്ങനെയൊക്കെയാണ് ആധുനിക സങ്കല്പങ്ങൾ ചേർത്തുകൊണ്ട് എല്ലാവരെയും ചേർത്ത് പിടിക്കുന്ന രീതിയിലുള്ള വിദ്യാഭ്യാസം മെച്ചപ്പെടുത്താം എന്ന കാര്യങ്ങളിലൊക്കെ നിരവധി നിർദ്ദേശങ്ങൾ പരിഷത്ത് മുന്നോട്ട് വെച്ചിട്ടുണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. AP ശശി, CP ചിത്ര, സത്യൻ, PT രാഗേഷ്, PT രാമചന്ദ്രൻ, കൃഷ്ണനുണ്ണി, മീര, ആതിര തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു. ചാലിശ്ശേരി മുലയംപറമ്പത്തുകാവ് ക്ഷേത്രത്തിലെ മുഴുവൻ വിളക്ക് മഹോത്സവം പ്രൗഢഗംഭീരമായ ചടങ്ങുകളോടെ ആഘോഷിച്ചു. ചാലിശ്ശേരി മുലയംപറമ്പത്തുകാവ് അയ്യപ്പൻ വിളക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു 28ാമത് ദേശവിളക്ക് മഹോത്സവം ആഘോഷിച്ചത്. കാലത്ത് വിശേഷാൽ പൂജകൾ നടന്നു. വൈകിട്ട് 4:30 കുവേശ്വര ശിവക്ഷേത്രത്തിൽ നിന്നും പാലക്കൊമ്പെഴുന്നള്ളിപ്പ് ആരംഭിച്ചു. രാത്രി 11 പന്തൽപ്പാട്ട്, പുലർച്ചെ 3 വെട്ടും തടയും, തുടർന്ന് തിരിയൊഴിച്ചിൽ എന്നിവ ഉണ്ടായി. മരത്തംകോട് മഠാധിപതി ജ്യോതിപ്രകാശും സംഘവുമായിരുന്നു വിളക്കു പാർട്ടി. വിളക്കിനോടനുബന്ധിച്ച് അന്നദാനം, പാണ്ടിമേളം, പഞ്ചവാദ്യം എന്നിവയുമുണ്ടായി. ഇതോടെ നിളയോര വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.